എനിക്ക് ഇന്നിവിടെ തന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ആം, നേരത്തെ പറഞ്ഞതുപോലെ സ്ഥൂല പ്രപഞ്ചം. പ്രപഞ്ചത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, എങ്ങനെയാണ് അതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ആ, ആ, പക്ഷേ ഇന്നത്തെ എൻ്റെ ഈ സംഭാഷണത്തില് ഞാൻ കൂടുതലും നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ എങ്ങനെയാണ് ഇന്ന് നമ്മൾ ആർജിച്ച പ്രധാനപ്പെട്ട വിവരങ്ങൾ ആ, ആ, മനസ്സിലാക്കുന്നത്. ഒരു ഒരു ഒബ്സർവേഷണൽ ആംഗിളിലൂടെ, നിരീക്ഷണത്തിന്റെ അപ്രോച്ചിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ സമയം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് എൻ്റെ സംഭാഷണത്തെ ചുരുക്കുന്നത്. പക്ഷേ ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പ്രപഞ്ചത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ ആ, എന്താ പറയാ, ഒരു 90% ആ, ആ, ഈ ഒരു 3 കാര്യങ്ങളിലൂടെ, അല്ലെങ്കിൽ ഈ 3 മഹത്തായ ആ, ആ, കണ്ടെത്തലിലൂടെയാണ് ഇന്ന് നമ്മൾ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്ന അവസ്ഥ കൈവരിക്കാൻ കഴിഞ്ഞത്. നമുക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് ആം, ഇപ്പോ പല രീതിയിലുള്ള സിദ്ധാന്തങ്ങൾ ആ, ഉണ്ട്. ഇപ്പൊ നന്നായിട്ടുണ്ട്. പല രീതിയിലുള്ള സിദ്ധാന്തങ്ങളുണ്ട്. നമ്മള് പൂർവ്വകാലത്ത് നമ്മുടെ പിതാമഹന്മാരും അല്ലെങ്കിൽ നമ്മുടെ വിവിധ തരത്തിലുള്ള വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മള് പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നതും എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നതെന്നുള്ള പല തിയറികളുമുണ്ട്. അത് നമ്മളിന്നും പലരും വിശ്വസിച്ചു പോരുകയും ചെയ്യുന്നു. പക്ഷെ ശാസ്ത്രീയമായിട്ട് നമുക്കിതൊക്കെ എത്രത്തോളം ആ, 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 അംഗീകരിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ശാസ്ത്രീയമായിട്ട് പ്രപഞ്ചത്തെ എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത്, ആ, അതെങ്ങനെ നമ്മുടെ വിശ്വാസവുമായിട്ട് തട്ടിച്ചു നോക്കാം, അപ്പോ കൂടുതൽ ശരിയിലേക്ക് നമ്മളെ നയിക്കുന്ന രീതിയിൽ ആ, ആ, നമുക്ക് കഴിയട്ടെ എന്ന് വിശ്വസിക്കാം. അപ്പൊ നമ്മുടെ ആ, പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ള ആദ്യത്തെ ശ്രമം എന്ന് പറയുന്നത് ആകാശത്തെ നിരീക്ഷിക്കുക എന്നുള്ളത്. ഇന്ന് നമുക്കറിയാം, നാം ജീവിക്കുന്നത് സൗരയൂഥത്തിലുള്ള ഗ്രഹത്തിലാണ്. ആ, സൗരയൂഥത്തിന്റെ നക്ഷത്രം എന്ന് പറയുന്നത് സൂര്യനാണ്. ഇതേപോലെ ആ, ആ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ആ, ആ, ഉൾപ്പെടുന്ന ഒരു ഗാലക്സി ആണ് ആ, നമ്മുടെ സൗരയൂഥ മെമ്പറായിരിക്കുന്നത്. ആ ഗാലക്സി എന്ന് പറയുന്നത് മിൽക്കി വേ ഗാലക്സി. അതിലെ ഒരു ചെറിയ മെമ്പറാണ് സൗരയൂഥം. ആ സൗരയൂഥത്തിലെ ചെറിയൊരു പ്ലാനറ്റിലാണ് നമ്മൾ വസിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ നമ്മൾ ഈ ഈ മുകളിലേക്ക് നോക്കി നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചേ പറ്റും. നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ സൂര്യൻ തന്നെ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഏകദേശം 15 കോടി കിലോമീറ്റർ അകലെയാണ്. അപ്പോ ഒരു നക്ഷത്രത്തിന്റെയോ അല്ലെങ്കിൽ മറ്റ് ഗാലക്സികളുടെയോ ഏഴ് അയലത്തൊന്നും നമുക്ക് ഫിസിക്കലായിട്ട് എത്താൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, പ്രപഞ്ചത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, ഈ നക്ഷത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഗാലക്സിയുടെ മൊത്തത്തിൽ നിന്നും വരുന്ന പ്രകാശത്തെ സ്വീകരിക്കണം. സ്വീകരിച്ച് ആ പ്രകാശത്തെ അനലൈസ് ചെയ്യണം. ആ പ്രകാശത്തെ പഠിക്കണം. ആ പ്രകാശത്തെ പഠിച്ചിട്ടാണ് നമ്മൾ നമ്മൾ ഇന്ന് കൈവരിച്ചിരിക്കുന്ന പ്രപഞ്ച വിജ്ഞാനം, ഇതിന്റെ ഏക അടിസ്ഥാനം എന്ന് പറയുന്നത് വിദൂരത്തു നിന്നുള്ള നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശത്തെ നിരീക്ഷിച്ച് പഠിച്ചതിന്റെ റിസൾട്ടാണ്. നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് വളരെ കുറച്ച് നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ ഒരു 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 ഏകദേശ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 6000-ഓളം നക്ഷത്രങ്ങളെ ഒരു നോർമൽ കണ്ണിലൂടെ നമുക്ക് കാണാൻ പറ്റിയേക്കും. നമ്മുടെ ഗാലക്സി എന്ന് പറയുന്നത് ബില്യൺസ് ഓഫ് സ്റ്റാർസ് ഉള്ളതാണ്. ഇതേപോലെ തന്നെ മറ്റനേകം ഗാലക്സികളുമുണ്ട്. ഒരു കാലത്ത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയാണ് മൊത്തം പ്രപഞ്ചമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ പകുതി കഴിഞ്ഞപ്പോൾ മാത്രമാണ് മിൽക്കി വേ മാത്രമല്ല മറ്റൊരുപാട് ഗാലക്സികൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെന്നുള്ള സത്യം നമുക്ക് മനസ്സിലായി. ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാൻ, ഈ സത്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കിയത്
ദൂരത്തു നിന്നുള്ള നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശത്തെ നിരീക്ഷിച്ച് അനലൈസ് ചെയ്തതിന് ശേഷം അതിന്റെ ഫലമാണ്. ഓക്കെ, ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതുപോലെ തന്നെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സ്ക്രീനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വികസിക്കുന്ന പ്രപഞ്ചം. ഈ ഒരു മഹത്തായ ഡിസ്കവറി നമ്മുടെ ഹ്യൂമൻ സിവിലൈസേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കണ്ടെത്തൽ നടത്തിയത് എഡ്വിൻ ഹബിൾ എന്ന ബ്രിട്ടീഷ് അസ്ട്രോണമറാണ്. 1929 അദ്ദേഹം ഈ കണ്ടുപിടുത്തം പ്രഖ്യാപിക്കുന്നത്. രണ്ടാമത്തതെന്ന് പറയുന്നത് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, CMBR എന്ന് ചുരുക്കപ്പേരിൽ പറയും. CMBR, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. ഇത് വികസിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻസ്. ഇത് 1964 പെൻസിയാസ് ആൻഡ് വിൽസൺ എന്ന് പറയുന്ന 2 പേര് ചേർന്ന് കണ്ടുപിടിച്ചത്. ഇത് വികസിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഒരു തെളിവായിട്ടാണ് ഈ ഡിസ്കവറിയെ നാം കാണുന്നത്. മൂന്നാമതായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ നമ്മുടെ പ്രപഞ്ചത്തിന്റെ വികാസം എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഒരു ആക്സിലറേറ്റഡ് എക്സ്പാൻഷൻ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ സ്പീഡ് എന്ത് രീതിയിലാണ്, അത് ഏത് സ്പീഡിലാണ് വികസിക്കുന്നത്, ആ സ്പീഡ് ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ ആക്സിലറേറ്റഡ് എക്സ്പാൻഷൻ എന്നാണ് പറയുന്നത്. സ്പീഡ് കുറയുകയാണെങ്കിൽ ഡിസിലറേറ്റഡ് എക്സ്പാൻഷൻ, സ്പീഡ് കൂടുകയാണെങ്കിൽ ആക്സിലറേറ്റഡ് എക്സ്പാൻഷൻ. ഇന്നത്തെ നമ്മുടെ പ്രപഞ്ചത്തിന്റെ എക്സ്പാൻഷന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം ജീവിക്കുന്ന ഇന്നത്തെ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ആക്സിലറേറ്റഡ് എക്സ്പാൻഷൻ നടക്കുന്ന പ്രപഞ്ചമാണ്. എനിക്ക് പ്രധാനമായിട്ടും ഈ 3 കാര്യങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കി അതിനെ നമുക്ക് ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ പറ്റും, ഈ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ഈ പ്രകാശ ബിന്ദുക്കൾ ഓരോന്നും സത്യത്തിൽ ഓരോ ഗാലക്സികളാണ്. ഇതൊരു ഫോട്ടോഗ്രാഫാണ്. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് എന്ന് നമ്മൾ കേട്ട് കാണും. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ശൂന്യാകാശത്ത് വിക്ഷേപിച്ച നാസയുടെ ഒരു ടെലസ്കോപ്പാണ്. ആ ടെലസ്കോപ്പ് റെക്കോർഡ് ചെയ്ത അതിന്റെ ഡേറ്റ വെച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഒരു പിക്ചറാണ് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഇതിന് ഡീപ് ഫീൽഡ് വ്യൂ, അതായത് വളരെ ഏതാണ്ട് ഒരു 12 ബില്യൺ ഇയേഴ്സിന് മുമ്പുള്ള പ്രപഞ്ചത്തിന്റെ അവസ്ഥയാണ്, ഏതാണ്ട് ഒരു 5 to 12 ബില്യൺ ഇയേഴ്സിന്റെ പ്രപഞ്ചത്തിന്റെ അവസ്ഥയാണ് ഈ ടെലിസ്കോപ്പിൽ കൂടി നമുക്ക് കിട്ടുന്നത്. പിക്ചർ എന്ന് പറയുമ്പോൾ ആ ടെലിസ്കോപ്പിന്റെ ഡേറ്റയിൽ നിന്ന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുത്ത പിക്ചർ. ഇതിൽ കാണുന്ന ഓരോ ബിന്ദുക്കളും നക്ഷത്രങ്ങളല്ല, മറിച്ച് ഓരോ ഗാലക്സികളും. അപ്പൊ ഗാലക്സി എന്ന് പറയുമ്പോൾ ഏതാണ്ട് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ കൂടിച്ചേരുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് ഗാലക്സി. അപ്പൊ നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിൽ ഏതാണ്ട് 100 ബില്യൺ 10 ബില്യൺ to 100 ബില്യൺ സ്റ്റാർസ്. അപ്പോൾ ഇത്രയും ഏതാണ്ട് അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ടിപ്പിക്കൽ ഗാലക്സിയുടെ സൈസ് എന്ന് പറയുന്നത് ഒരു 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 1 മെഗാപാർസ് സെക്കിനടുത്തോളം വരും. മെഗാപാർസെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ദൂരം. പാർസെക്ക് തന്നെ ഏതാണ്ട് 3.5 ലൈറ്റ് ഇയേഴ്സ് വരും. അതാന്ന് പറയുമ്പോൾ അതിനെ പിന്നെ 10⁵5 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. വലിയ ഒരു സൈസാണ്. നമ്മൾ എന്തിനാണ് ഈ നക്ഷത്രങ്ങളെ വിട്ട് ഗാലക്സികളിലേക്ക് പോകുന്നത്? നമ്മുടെ പ്രപഞ്ചം വളരെ വളരെ വലുതാണ്. അപ്പോ ആ പ്രപഞ്ചത്തിന്റെ സൈസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നക്ഷത്രങ്ങളൊന്നുമല്ല. ശരിക്കും നമുക്ക് വേണമെങ്കിൽ ഗാലക്സികളെ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ശിലകളായിട്ട് കൂട്ടാവുന്നത്. അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് നക്ഷത്രങ്ങൾ ഒരു വിഷയമേ അല്ല, മറിച്ച് നമ്മുടെ മുന്നിലുള്ള അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഗാലക്സികളാണ്. ഞാൻ ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്യുക. നമ്മുടെ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഗാലക്സികളാണ്. ഒരു കെട്ടിടത്തിന്റെ അടിസ്ഥാന ശില നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചുടുകല്ലോ അല്ലെങ്കിൽ ചെങ്കല്ലോ എന്ന് പറയുന്നത് പോലെ ഈ പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാന ഘടകം ഗാലക്സികളാണ്. അപ്പൊ ഓർക്കണം, ഗാലക്സികളുടെ അകത്ത് എണ്ണിയാലൊടുങ്ങാത്ത നക്ഷത്രങ്ങളുണ്ട്. പക്ഷെ അത് നമ്മുടെ മൊത്തത്തിലുള്ള പ്രപഞ്ചത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ കൺസിഡറേഷൻ വരുന്നു. അപ്പൊ ഈ ഗാലക്സിയിൽ നിന്നുള്ള പ്രകാശം നമ്മൾ സ്വീകരിക്കണം.
റെക്കോർഡ് ചെയ്യണം. ആ പ്രകാശത്തെ നമ്മൾ പഠിക്കണം. അത് പഠിച്ചാൽ മാത്രമേ ഈ മൊത്തത്തിലുള്ള പ്രപഞ്ചത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് നമുക്ക് രൂപീകരിക്കാൻ പറ്റൂ. അപ്പോ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലക്സികളുടെ ഒരു കൂട്ടമാണ്. ആ ഗാലക്സികളിൽ നിന്ന് വരുന്ന പ്രകാശത്തെ നമ്മൾ റെക്കോർഡ് ചെയ്ത് ആ പ്രകാശത്തെ അനലൈസ് ചെയ്തിട്ട് വേണം പ്രപഞ്ചത്തിന്റെ ഘടനയെക്കുറിച്ചും അതിന്റെ പരിണാമത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ആദ്യമായിട്ട് നോക്കുമ്പോൾ എന്ത് ദൂരമാണ് ഈ ഗാലക്സികൾ നിൽക്കുന്നത്? ആ, അവ മൂവ് ചെയ്യുന്നുണ്ടോ അതോ അനങ്ങാതെ നിൽക്കുകയോ? ഇനി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സ്പീഡിലാണ് അവ മൂവ് ചെയ്യുന്നത്? ഓർക്ക് നമുക്ക് ഈ എല്ലാ ഇൻഫർമേഷൻസും കിട്ടേണ്ടത് ലൈറ്റിൽ നിന്ന്. അപ്പോ എത്ര ദൂരെയാണ് ഗാലക്സികൾ നിൽക്കുന്നത്? ഒരു ഏതെങ്കിലും രണ്ട് ഗാലക്സികളുടെ ടിപ്പിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്ട് 10 മെഗാ പാർ സെക് 1 to 10 മെഗാ പാർ സെക്കോളം വരും. അപ്പോൾ 1 to 10 മെഗാ പാർ സെക് എന്ന് പറയുമ്പോൾ വളരെ വലിയ ഡിസ്റ്റൻസ് ആണ്. നേരത്തെ പറഞ്ഞല്ലോ പാർസെക്ക് തന്നെ 3.5 ലൈറ്റ് ഇയർ വരും. അതിനെ 10⁵ കൊണ്ട് മൾട്ടിപ്ലൈ 10⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് മെഗാ പാർസ് മെഗാ പാർസെക്ക്. അപ്പൊ അത്രയും വലിയ ദൂരമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ടിപ്പിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയാൻ കാരണം ഈ ഗാലക്സികളെല്ലാം തന്നെ ഏകദേശം ഒരേപോലെയാണ് പ്രപഞ്ചത്തിൽ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് രണ്ട് ഗാലക്സികൾ തമ്മിലുള്ള ആവറേജ് ദൂരം ഏകദേശം സെയിമാണ്. വളരെ യൂണിഫോം ആയിട്ടാണ് ഈ ഗാലക്സികളെല്ലാം പ്രപഞ്ചത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടതായിട്ട് കാണുന്നു. ഇത് നമ്മൾ ക്യാച്ച് ചെയ്ത ഒരു ഇമ്പോർട്ടന്റ് റിസൾട്ട്. ഗാലക്സീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോം. അവ തമ്മിലുള്ള ടിപ്പിക്കൽ ദൂരം എന്ന് പറയുന്നത് 1 to 10 മെഗാ പാർ സെക് വരെ ആകാം. ഇനി ദീസ് ഗാലക്സീസ് ആർ മൂവിങ് ഓർ സ്റ്റേഷനറി? ഇവ അനങ്ങാതെ നിൽക്കുകയാണോ അതോ മൂവ് ചെയ്യുകയാണോ? നമ്മൾ നിരീക്ഷിച്ചു വരുന്നത് എല്ലാ ഗാലക്സികളും മൂവ് ചെയ്യുകയാണ്. ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാവുന്നതാണ്. അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയേണ്ടത് ഈ ഗാലക്സികൾ സ്റ്റേഷനറി ആണോ അവ മൂവ് ചെയ്യുകയാണ്? മൂവ് ചെയ്യുകയാണെങ്കിൽ അവ എന്ത് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്? ആദ്യമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഗാലക്സികളിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്? ഇത് വളരെ വളരെ പ്രയാസമേറിയ ഒരു 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 ജോലിയാണ്. എങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്? അറിയാമല്ലോ, നമുക്ക് നേരിട്ട് ഡിസ്റ്റൻസ് അളന്നെടുക്കാനുള്ള യാതൊരു മാർഗവുമില്ല. ഈ മെഗാ പാർസെക്ക് അകലെ നിൽക്കുന്ന ഗാലക്സികളുടെ ഏകദേശ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് ഗണിച്ചെടുക്കുന്നത്? ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാവുന്ന വളരെ ലളിതമായ ഒരു പ്രിൻസിപ്പിളാണ്. ഞാൻ ഈ സ്ക്രീനിൽ രണ്ട് പടങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഈ മഞ്ഞയിൽ കാണിക്കുന്നത് നിങ്ങൾ ഒരു 100 വാട്ട് ബൾബാണ്. ഒരു 100 വാട്ട് ബൾബ് നമ്മൾ അതിന്റെ അടുത്ത് നിന്ന് നോക്കുകയാണ്. അപ്പോൾ അതിന്റെ ബ്രൈറ്റ്നസ് അതിന്റെ മൊത്തം ബ്രൈറ്റ്നസ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. അതേ ബൾബ് തന്നെ വളരെ ദൂരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രകാശത്തിന്റെ ഇന്റൻസിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ ലൂമിനോസിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കുറവായിരിക്കും. അപ്പോൾ ബ്രൈറ്റ്നസ് എന്തുകൊണ്ടാണ് കുറയുന്നത്? വളരെ ദൂരത്തായതുകൊണ്ട്. അപ്പോൾ ഒരു പ്രകാശ സ്രോതസ് നമ്മളിൽ നിന്നും അകലും തോറും അതിന്റെ ബ്രൈറ്റ്നസ് കുറയും. അപ്പോൾ ബ്രൈറ്റ്നസ് എന്തോരം കുറയും? അതിന്റെ ആക്ച്വൽ ബ്രൈറ്റ്നസ്സിൽ നിന്നും നമ്മൾ ഈ കാണുന്ന ബ്രൈറ്റ്നസ്സിൽ എന്തോരം കുറവ് വന്നു, ആ കുറവിനെ നമുക്ക് ഈ ദൂരവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്ച്വൽ ബ്രൈറ്റ്നസ്സിനെ നമ്മൾ അതിന്റെ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥത്തിലുള്ള ബ്രൈറ്റ്നസ്, നമ്മൾ ആ സോഴ്സ് ദൂരെയാകുമ്പോൾ നമുക്ക് അനുഭവമാകുന്ന ബ്രൈറ്റ്നസ്സിന് അപ്പാരന്റ് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ വേർഡ്. അപ്പോൾ ആക്ച്വൽ ബ്രൈറ്റ്നസ്സും അതിന്റെ അപ്പാരന്റ് ബ്രൈറ്റ്നസ്സും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗാലക്സിയിലുള്ള ദൂരം ഗണിക്കാൻ പറ്റും. ഒപ്റ്റിക്സിൽ നമ്മൾ ഇതിന് ഉപോത്ബലകമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ലൂമിനോസിറ്റി എന്ന് പറയുന്നത് ദൂരത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലാണ്. പിന്നെ ലാംബർട്ട്സ് ലോ എന്നൊക്കെ സ്കൂൾ കുട്ടികൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. അപ്പോൾ ലൂമിനോസിറ്റിയിലുള്ള ഈ വ്യത്യാസം, ആക്ച്വൽ ബ്രൈറ്റ്നസ്സും നമ്മൾ കാണുന്ന ബ്രൈറ്റ്നസ്സും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ദൂരം ഗണിച്ചെടുക്കാം. ഈ പ്രിൻസിപ്പിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അകലെയുള്ള ഗാലക്സികളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തെ നമ്മൾ ഫോക്കസ് ചെയ്യുക. ആ നക്ഷത്രത്തിന്റെ യഥാർത്ഥത്തിലുള്ള ബ്രൈറ്റ്നസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ബ്രൈറ്റ്നസ് അറിയാവുന്ന ഒരു നക്ഷത്രത്തെ വേണം നമ്മൾ വീക്ഷിക്കാൻ. നമ്മൾ
ഇത്രയും ബ്രൈറ്റ്നസ് ഉള്ള നക്ഷത്രത്തെ നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും? ആ ബ്രൈറ്റ്നസ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസം വെച്ചിട്ട് നമുക്ക് ആ ഗാലക്സിയിലേക്കുള്ള ദൂരം ഗണിച്ചെടുക്കാം. പ്രിൻസിപ്പിൾ വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ പ്രയാസമേറിയ ഒരു സംഗതിയാണ്. കാരണം ഗാലക്സിയിൽ നിന്ന് വരുന്നത് അനേകം നക്ഷത്രങ്ങളുടെ ലൈറ്റാണ്. ഇത് ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രം പോലെ ഒരു നക്ഷത്രം തന്നെ പല രീതിയിലുള്ള ലൈറ്റുകൾ എമിറ്റ് ചെയ്യും. പ്രകാശം നമ്മൾ കാണുന്നത് തന്നെ അനേകം വേവ് ലെങ്ത് ഉണ്ട്. വയലറ്റ് തൊട്ട് റെഡ് തൊട്ട് ഇഞ്ഞ് ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ള പ്രകാശം വരെ ഉണ്ട്. അപ്പോൾ ഈ പ്രകാശങ്ങളെല്ലാം കൂടി ചേർന്ന് വരുന്നതിന് നമ്മൾ ഏതെങ്കിലും ഒരു വേവ് ലെങ്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്തൊക്കെ വളരെ ശ്രമകരമായ പ്രവൃത്തിയാണ്. പക്ഷേ നമുക്കിന്ന് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ടെലസ്കോപ്പുകളുണ്ട്, ഗ്രൗണ്ട് ബേസ്ഡ് ടെലസ്കോപ്പ് ഉണ്ട്, സ്പേസിൽ ലോഞ്ച് ചെയ്യുന്ന ടെലസ്കോപ്പുകളുണ്ട്. ഈ ടെലസ്കോപ്പുകളുടെ സഹായത്തോടു കൂടി നമുക്ക് ഈ മാഗ്നിറ്റ്യൂഡിലുള്ള വ്യതിയാനം പഠിച്ചിട്ട് ഡിസ്റ്റൻസിന് ഏകദേശം കൃത്യമായിട്ട് മെഷർ ചെയ്യാം. ഹബിളിന്റെ കാലത്ത് തന്നെ ചെയ്യുന്നു. അപ്പോൾ ഇത് പഴയ സ്ലൈഡിന്റെ ഒരു 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 കണ്ടിന്യൂഷൻ മാത്രമാണ്. ഇവിടെ ഞാൻ വിളക്കുകാലുകളാണ് കാണിച്ചിരിക്കുന്നത്. എല്ലാ വിളക്കുകാലുകളും ഒരേ രീതിയിലാണ് പ്രകാശം വമിക്കുന്നതെങ്കിലും വിളക്കുകാലിലേക്കുള്ള ദൂരം കൂടുന്തോറും അവയുടെ ബ്രൈറ്റ്നസ് കുറഞ്ഞതായിട്ട് തോന്നും. അപ്പൊ ആക്ച്വൽ ബ്രൈറ്റ്നസ്സിൽ നിന്നും നമ്മൾ കാണുന്ന ബ്രൈറ്റ്നസ് എന്തോരം കുറവാണ് എന്ന് ഗണിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദൂരം വളരെ ഈസി ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ലൈറ്റ് ക്യാച്ച് ചെയ്ത് റെക്കോർഡ് ചെയ്ത് കൃത്യമായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. അപ്പോൾ ഈ വിവിധ ഗാലക്സികൾ തമ്മിലുള്ള ടിപ്പിക്കൽ ഡിസ്റ്റൻസ് നമുക്ക് ഏകദേശം ഗണിച്ചെടുക്കാം ബ്രൈറ്റ്നസ് കമ്പയർ ചെയ്യും. ഹബിൾ ചെയ്തത് ഏതാണ്ട് 30-ഓളം ഗാലക്സികളിലേക്കുള്ള ദൂരം പുള്ളി കണ്ടുപിടിച്ചത്. പുള്ളി മാത്രമല്ല, പുള്ളിക്ക് മുമ്പ് സ്വൈക്കി എന്ന ശാസ്ത്രജ്ഞനാണ് ഇതൊക്കെ തുടങ്ങി വെച്ചതെങ്കിലും പുള്ളിയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. ഏതാണ്ട് 29ഓളം ഗാലക്സീസിലേക്കുള്ള ഡിസ്റ്റൻസ് ഹബിൾ മെഷർ ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയേണ്ട കാര്യം, ഈ ഗാലക്സികൾ അനങ്ങാതെ നിൽക്കുകയാണോ അതോ മൂവ് ചെയ്യുകയാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ ലളിതമായ ഒരു പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിളിന്റെ പേര് ഡോപ്ലർ ഇഫക്റ്റ് എന്ന്. ഡോപ്ലർ ഇഫക്റ്റ്. ഈ ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സാധാരണ ഒരു വണ്ടി, ഒരു വാഹനം ദൂരത്ത് നിന്ന് നമ്മുടെ അടുത്തേക്ക് വരികയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ അതിന്റെ എരമ്പലിന്റെ ആ ഒരു സൗണ്ട് അല്ലെങ്കിൽ പിച്ച് കൂടി വരും. അപ്പൊ ഈ പിച്ചിലുണ്ടാകുന്ന ഈ കൂടുതലാണ് നമ്മള് ചുവപ്പ് വ്യതിയാനം എന്ന് പറയും മലയാളത്തിൽ. ഇംഗ്ലീഷിൽ അതിന് റെഡ്ഷിഫ്റ്റ് എന്നാ പറയുന്നത്. ഈ ചുവപ്പ് വ്യതിയാനത്തിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ ആ സോഴ്സിന്റെ സ്പീഡ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അപ്പോ ഈ ഇരമ്പൽ അല്ലെങ്കിൽ കൂടി വരികയാണെങ്കിൽ ആ സോഴ്സ് നമ്മുടെ അടുത്തേക്ക് വരിക. അതേപോലെ വാഹനം നമ്മളിൽ നിന്ന് അകലേക്ക് പോകുമ്പോൾ ഇരമ്പൽ കുറഞ്ഞു. അപ്പൊ ഈ ഇരമ്പലിന്റെ ഇന്റൻസിറ്റി നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടുത്തേക്ക് വരികയാണോ അകലേക്ക് പോവുകയാണോ എന്ന് മനസ്സിലാവും. ഇത് സൗണ്ടിന്റെ കാര്യത്തില. ഇതേ ഇഫക്റ്റ് തന്നെ ലൈറ്റിലും. ഒരു പ്രകാശ സ്രോതസ് നമ്മളിൽ അടുത്തേക്ക് വരികയാണ്, അത് എമിറ്റ് ചെയ്യുന്ന തരംഗങ്ങളുടെ ദൈർഘ്യം കുറവായിട്ട് തോന്നും. കാരണം ഇപ്പോൾ ഒരു സെക്കൻഡിൽ അത് ഒരു 100 വേവ്സ് എമിറ്റ് ചെയ്യാന്ന് വിചാരിക്കും. നമ്മുടെ അടുത്തേക്ക് വരുന്തോറും ആദ്യത്തെ വേവ് എമിറ്റ് ചെയ്ത് കുറച്ചുകൂടെ ദൂരം നമ്മുടെ അടുത്തേക്ക് വരുന്തോറും അടുത്ത വേവ് എമിറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ അടുത്തായിട്ട്. അപ്പൊ അത് ഒരു സെക്കൻഡിൽ 100 വേവ്സ് ആയിരിക്കും എമിറ്റ് ചെയ്യുന്നതെങ്കിലും അത് അടുത്തേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു 110 120 വേവ്സ് ആയിട്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് അടുത്തേക്ക് വരികയാണെങ്കിൽ അത് എമിറ്റ് ചെയ്യുന്ന തരംഗങ്ങളുടെ ദൈർഘ്യം, നീളം കുറഞ്ഞതായിട്ട്. നേരെ മറിച്ച് സോഴ്സ് നമ്മളിൽ നിന്ന് അകലേക്കാണ് പോകുന്നതെങ്കിൽ തരംഗ ദൈർഘ്യം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഈ തരംഗ ദൈർഘ്യത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെ നമുക്ക് നേരിട്ട് സ്പീഡിലേക്ക് റിലേറ്റ് ചെയ്യാം. തരംഗ ദൈർഘ്യത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം സ്പീഡിന് ആനുപാതികമാണ്. ഈ തരംഗ ദൈർഘ്യത്തിലുണ്ടാകുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ റെഡ്ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗാലക്സിയിൽ നിന്നും അല്ലെങ്കിൽ സ്റ്റാർസിൽ നിന്നും വരുന്ന ലൈറ്റിന്റെ റെഡ്ഷിഫ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുക. അവയിൽ നിന്നുള്ള ലൈറ്റിനെ സ്വീകരിക്കുക. ആ ലൈറ്റിൽ അടങ്ങിയിരിക്കുന്ന വേവ്സിന്റെ നീളം നമ്മുടെ ലാബിൽ നിന്നും കിട്ടുന്ന സ്റ്റാൻഡേർഡ് നീളത്തിനേക്കാൾ കൂടുതലാണോ കുറവാണോ? കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് സോഴ്സ് അകലേക്ക് പോകും.
ആ തരംഗദൈർഘ്യം നമ്മുടെ ലാബിൽ നിന്ന് കിട്ടുന്ന തരംഗദൈർഘ്യത്തെക്കാൾ കുറവാണെങ്കിൽ ആ സോഴ്സ് നമ്മുടെ അടുത്തേക്ക് വരും. ഇതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കൃത്യമായിട്ട് ഗണിച്ചെടുക്കാം. ഹബിൾ ചെയ്തത് ഈ രണ്ട് ഒബ്സർവേഷൻസ് ആണ്. ഒന്ന് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ലൂമിനോസിറ്റി അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കമ്പയർ ചെയ്ത് വിവിധ ഗാലക്സികളിലേക്കുള്ള ദൂരം ഗണിച്ചത്. രണ്ടാമത്തേത് ഗാലക്സികളിൽ നിന്നും വരുന്ന ലൈറ്റിന്റെ തരംഗത്തിന്റെ നീളത്തിലുണ്ടാകുന്ന വ്യത്യാസം മെഷർ ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് അതിന്റെ വെലോസിറ്റി എക്സ്ട്രാക്ട് ചെയ്തത്. അപ്പൊ രണ്ട് പാരാമീറ്റേഴ്സ് ആണ് എക്സ്ട്രാക്ട് ചെയ്തത്. ഒന്ന് ദൂരം, മറ്റൊന്ന് വെലോസിറ്റി. ഇതിൽ നിന്ന് ഹബിളിന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൂടുതൽ ദൂരത്തിലേക്കുള്ള ഗാലക്സികളെ ഒബ്സർവ് ചെയ്യും, അവ കൂടുതൽ വെലോസിറ്റിയിൽ, സ്പീഡിൽ നമ്മളിൽ നിന്ന് അകലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് കൺക്ലൂഷൻസ്. നമ്മൾ പ്രപഞ്ചത്തിന്റെ കൂടുതൽ ഉള്ളിലേക്ക് കടക്കുമ്പോഴും ഗാലക്സികൾ നമ്മളിൽ നിന്ന് കൂടുതൽ വേഗത്തിലേക്ക് അകന്നു നിന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. മിക്കവാറും എല്ലാ ഗാലക്സികളും നമ്മളിൽ നിന്ന് അകന്നു പൊയ്ക്കൊണ്ടിരിക്കും. ഈ ഗാലക്സികൾ അകന്നു പോകുന്നതിന്റെ വേഗത, സ്പീഡ് എന്ന് പറയുന്നത് ദൂരത്തിന് ആനുപാതികമാണ്. ദൂരം കൂടുന്തോറും അവയുടെ സ്പീഡ് കൂടും. ഇതാണ് പ്രധാന കണ്ടെത്തൽ. 1929 എഡ്വിൻ ഹബിളിന്റെ കണ്ടെത്തലാണ്. കൂടുതൽ ദൂരത്തിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ദൂരത്തിലുള്ള ഗാലക്സികൾ കൂടുതൽ വേഗതയിൽ നിങ്ങളിൽ നിന്നും അകന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ റിസൾട്ട്. ഇവിടെ ഞാനൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അതിൽ എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസ്, വൈ ആക്സിസിൽ അവ അകന്നു പോകുന്ന സ്പീഡ്. നോക്കൂ, ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഗാലക്സികളുടെ വേഗത കൂടുക. ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നാം ഒബ്സർവ് ചെയ്യുന്ന എല്ലാ ഗാലക്സികളും നമ്മളിൽ നിന്നും അകലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ഇത് മഹത്തായ ഒരു കണ്ടെത്തലാണ്. ഒരു ഗാലക്സിയും നമ്മുടെ അടുത്തേക്ക് വരുന്നു. അപൂർവം ചില ഗാലക്സികൾ അങ്ങനെ വരുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞു, യൂണിവേഴ്സിനെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഗാലക്സികളും നമ്മളിൽ നിന്ന് അകലേക്ക് പോയിക്കൊണ്ടിരിക്കും. ദൂരം കൂടുന്തോറും അവയുടെ പ്രവേഗം അഥവാ വെലോസിറ്റി, സ്പീഡ് കൂടുന്നു. ഈ ഗാലക്സികൾ തമ്മിലുള്ള അകന്നുപോക്കാണ് സത്യത്തിൽ എഡ്വിൻ ഹബിൾ എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ്, പ്രപഞ്ചത്തിന്റെ വികാസം എന്നതുകൊണ്ട് ഹബിൾ ഉദ്ദേശിച്ചത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹബിൾ നിരീക്ഷിച്ചത് നമ്മുടെ എർത്തിൽ നിന്നാണ്. എർത്ത് എന്ന് പറയുമ്പോൾ സോളാർ സിസ്റ്റത്തിൽ നിന്ന്, സോളാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ മിൽക്കി വേയിൽ നിന്ന്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഗാലക്സികളാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ശില. അപ്പൊ ഗാലക്സി മിൽക്കി വേയിൽ നിന്ന് നോക്കുമ്പോൾ മറ്റ് ഗാലക്സികളെല്ലാം അകന്നകന്നു പോകും. അപ്പോ നമുക്ക് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷെ നമ്മൾ പ്രപഞ്ചത്തിന്റെ കേന്ദ്രത്തിലാണ്. ഈ കേന്ദ്രത്തിൽ നിന്ന് മറ്റ് ഗാലക്സികൾ അകലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. പക്ഷെ ഹബിളിന്റെ അനുമാനം ഇതിൽ നിന്നും വളരെ വ്യത്യാസമാകും. അതായത് ഗാലക്സികളെല്ലാം വളരെ യൂണിഫോം ആയിട്ടാണ് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ മിൽക്കി വേയിൽ നിന്ന് ഹബിൾ നോക്കിയതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഗാലക്സിയിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ നോക്കിയാൽ ഹബിൾ കണ്ടതുപോലെ തന്നെ ആ ഗാലക്സിക്ക് നിന്നും മറ്റ് ഗാലക്സികൾ അവരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് കണ്ടെത്താൻ പറ്റും. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ് ആ സെന്റൻസ്. ഹബിള് മിൽക്കി വേയിൽ നോക്കിയപ്പോൾ മറ്റ് ഗാലക്സികളെല്ലാം അകലേക്ക് പോയിക്കൊണ്ടിരിക്കും. വേറെ ഏതെങ്കിലും ഗാലക്സിയിൽ നിന്ന് ഒരു ഒബ്സർവർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ കൺക്ലൂഷൻ ആയിരിക്കും അയാൾക്ക് കിട്ടുക. അയാളുടെ ഗാലക്സികളിൽ നിന്നും മറ്റ് ഗാലക്സികൾ അകന്നകന്നിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു കൺക്ലൂഷൻ എടുക്കാനുള്ള ഏക കാരണം എന്ന് പറയുന്നത് ഗാലക്സികൾ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് യൂണിഫോം ആയിട്ട്. അത് മനസ്സിലാക്കാൻ സ്വല്പ പ്രയാസമാണെങ്കിലും യൂണിഫോം ആയിട്ടാണ് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഗാലക്സികൾ തമ്മിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറെ ശരി. ഗാലക്സികൾ നമ്മിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ശരി ഗാലക്സികൾ തമ്മിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തമ്മിലുള്ള ഈ ഗാലക്സികളുടെ അകൽച്ച, കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്ന ഈ അകൽച്ചയാണ് വികസിക്കുന്ന പ്രപഞ്ചം എന്നതുകൊണ്ട് ഹബിൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് കണ്ടുപിടിച്ചത് രണ്ട് പാരാമീറ്റേഴ്സ് മെഷർ ചെയ്തിട്ടാണ്. ഒന്ന് ഗാലക്സികളിലേക്കുള്ള ദൂരം, മറ്റൊന്ന് ഗാലക്സികളുടെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്. ഹബിളിന്റെ കണ്ടെത്തൽ ഗാലക്സികളുടെ സ്പീഡ് എന്ന് പറയുന്നത് അവയിലേക്കുള്ള ദൂരം അനുസരിച്ച് കൂടിക്കൂടി. അത് ഒന്നുകൂടെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നു.
വികസിക്കുന്ന പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലക്സികൾ തമ്മിൽ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. ഇതാണ് അദ്ദേഹത്തിന്റെ നിയമം. ഞാൻ ഒന്നുകൂടെ ഒരു സ്ലൈഡിൽ ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ടു ദ ഗാലക്സീസ്. എച്ച് എന്ന് പറയുന്നത് ഈ ഈ ഈ ഈ എക്സ്പാൻഷന്റെ ഒരു റേറ്റ് ആണ്. എക്സ്പാൻഷൻ റേറ്റ് V/L എന്ന് പറഞ്ഞാൽ വെലോസിറ്റി പെർ യൂണിറ്റ് ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് എക്സ്പാൻഷന്റെ തോത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഗാലക്സികൾ തമ്മിൽ അകന്നു പോയിക്കൊണ്ടിരിക്കും. അതാണ് പ്രപഞ്ച വികാസം എന്നതുകൊണ്ട് നമ്മൾ ഒന്നാമതായി അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തില് ഒരു ഗാലക്സിയും സ്റ്റേഷനറി അല്ല. എല്ലാ ഗാലക്സികളും ചലിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു? എല്ലാ ഗാലക്സികളും പരസ്പരം അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഒരു പ്രപഞ്ചമാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ഭൂതകാലത്തിലേക്ക് സങ്കല്പിച്ചു കഴിഞ്ഞാൽ, ഗോ ബാക്ക് ഇൻ ടൈം, ഈ ഗാലക്സികൾ തമ്മിലുള്ള അകലം കുറവായിരിക്കും. പിന്നെയും നിങ്ങൾ ഭൂതകാലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഗാലക്സികൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരും. കാരണം ഗാലക്സികൾ അകന്നകന്ന് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഭൂതകാലത്തിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അറ്റ് സർട്ടൺ ടൈം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ഓൾ ദീസ് ഗാലക്സീസ്, എല്ലാ ഗാലക്സികളും ഏതാണ്ട് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചിരുന്നതായിരിക്കാം എന്നിട്ട് നമുക്ക് അനുമാനിക്കാം. അപ്പോ അടുത്തടുത്തേക്ക് നമ്മൾ ഭൂതകാലത്തിലേക്ക് പോകുന്തോറും ഡെൻസിറ്റി, ഗാലക്സി ഡെൻസിറ്റി കൂടി വരും. നമ്മൾ അങ്ങനെ സങ്കല്പിച്ചു കഴിഞ്ഞു. അപ്പോ there must be a time when all these galaxies begin, ഈ ഗാലക്സികൾ തമ്മിലുള്ള പരസ്പരം അകൽച്ച തുടങ്ങിയ ഒരു സമയം കാണും. പിന്നോട്ട് നമ്മൾ സങ്കല്പിക്കുകയാണ്. ആ തുടക്കമാണ് പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ തുടക്കം. അതിനെ നമ്മൾ ബിഗ് ബാങ് എന്നാണ്. ബിഗ് ബാങ്. അപ്പോൾ ഇന്നത്തെ ഒബ്സർവേഷൻ കാണിക്കുന്നത് അകലം കൂടുന്തോറും വെലോസിറ്റി കൂടുന്നെങ്കിൽ നമ്മൾ ടൈമിലൂടെ പിന്നോട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ there must be a time when all these galaxies are concentrated at a point from which the expansion began. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ബിഗ് ബാങ് എന്നത്. അതുകൊണ്ട് ഈ ഒരു നമ്മുടെ ഈ മൊത്തത്തിലുള്ള പ്രപഞ്ചത്തെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു തിയറി എന്ന് പറയുന്നത് ബിഗ് ബാങ് തിയറി എന്നല്ല. ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് എന്ന് പറയുന്നത് പൊട്ടിത്തെറി അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ വാക്ക് അനുയോജ്യമല്ല. ബിഗ് ബാങ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു തുടക്കമുണ്ട്. പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട്. ആ തുടക്ക സമയത്ത് അതിന്റെ ഡെൻസിറ്റി, അതിന്റെ ടെമ്പറേച്ചർ ഒക്കെ വളരെ ഭീമമായിരുന്നു. പക്ഷെ ഒരു തുടക്കമുണ്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ. ആ തുടക്കത്തിൽ നിന്നുമാണ് ഗാലക്സികൾ രൂപപ്പെട്ട് ഗാലക്സികൾ പരസ്പരം അകന്നകന്ന് പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചം വികസിക്കുന്നു. പ്രപഞ്ച വികാസം എന്ന് പറയുന്നത് ഗാലക്സികൾ തമ്മിലുള്ള അകന്നുപോക്കാണ്. ടൈമിലൂടെ നമ്മൾ പിന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും പ്രപഞ്ചത്തിന്റെ തുടക്കമുണ്ട്. ആ തുടക്കത്തെയാണ് നമ്മൾ ബിഗ് ബാങ് എന്ന് പറയുന്നത്. മലയാളത്തിലെ മഹാവിസ്ഫോടനം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു വാക്ക് ഇതിന് യോജിച്ചതാണോ എന്ന് സംശയം. ഏറ്റവും നല്ലത് ബിഗ് ബാങ് എന്നുള്ള വാക്ക് നമ്മൾ അങ്ങനെ തന്നെ മലയാളത്തിലേക്ക് സ്വീകരിക്കുന്നതായിരിക്കും. ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ തുടക്കം. അപ്പൊ ആ തുടങ്ങി പിന്നെ ഗാലക്സികൾ രൂപപ്പെട്ട് ഗാലക്സികൾ പരസ്പരം അകന്നകന്ന് പോകും. അപ്പോ ഇങ്ങനെ അകന്നകന്ന് പോകുന്ന ഗാലക്സികള് ബിഗ് ബാങ്ങിലാണ് ഈ പ്രപഞ്ച വികാസം തുടങ്ങിയത്. ബിഗ് ബാങ് സമയത്ത് ഈ ഗാലക്സികളായിട്ടായിരിക്കത്തില്ല നിലനിന്നിട്ടുണ്ടായിരിക്കുക. കാരണം അടുക്കുംതോറും ഇവയുടെ ഡെൻസിറ്റി കൂടും, അടുക്കുംതോറും ഇവ പരസ്പരം സംഘട്ടനത്തിൽ ഏർപ്പെടാം. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള പദാർത്ഥത്തിന്റെ രൂപമായിരിക്കത്തില്ല യൂണിവേഴ്സിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പദാർത്ഥം നിലനിന്നു. അന്ന് ചിലപ്പോൾ ഗാലക്സികളോ നക്ഷത്രങ്ങളോ ഒന്നും കാണത്തില്ല. അന്ന് ചിലപ്പോൾ ഇത് വെറും ന്യൂക്ലിയസ് ആയിട്ടും ഇലക്ട്രോണുകളായിട്ടും പ്രോട്ടോണുകളായിട്ടും അടിസ്ഥാന കണികളുടെ രൂപത്തിലായിരിക്കും പ്രപഞ്ചത്തിന്റെ ആദ്യ ദിശകളിൽ ഈ പദാർത്ഥം എക്സിസ്റ്റ് ചെയ്തു. അപ്പൊ പദാർത്ഥം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന മെറ്റീരിയൽ പദാർത്ഥങ്ങൾ മാത്രമല്ല, ലൈറ്റും പ്രകാശവും. ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിന്റെ ബിഗ് ബാങ് സമയത്ത് പദാർത്ഥവും റേഡിയേഷനും, മാറ്ററും റേഡിയേഷനും ഒരുമിച്ചുണ്ടായി എന്ന് വിചാരിച്ചു. ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഇന്നും ഒരു ചോദ്യമാണ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്
ബിഗ് ബാങ്ങില് പദാർത്ഥവും റേഡിയേഷനും, മാറ്ററും റേഡിയേഷനും ഒരുമിച്ച് ഉണ്ടായി. അപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടായി ആദ്യ ദിശകളിൽ വരുമ്പോൾ പദാർത്ഥം അതിന്റെ ഏറ്റവും അടിസ്ഥാന രൂപത്തിലായി, ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ടിക്കിളുകളുടെ രൂപത്തിലായി. അല്ലെ, ഷാജി അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തതാണെന്ന് വിചാരിക്കും. അങ്ങനെ ഫണ്ടമെന്റൽ പാർട്ടിക്കിളുകളുടെ രൂപത്തിൽ ഇരിക്കുന്ന പദാർത്ഥവും റേഡിയേഷനും തമ്മിൽ അഭേദ്യമായ ഒരു തെർമൽ കോണ്ടാക്ട് ഉണ്ട്. തെർമൽ കോണ്ടാക്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പദാർത്ഥത്തിന്റെ അടിസ്ഥാന കണികൾക്ക് പ്രകാശമായിട്ട് മാറാൻ, പ്രകാശത്തിന് പദാർത്ഥമായിട്ട് മാറാനുമുള്ള കഴിവ് പ്രപഞ്ചത്തിന്റെ ആദ്യ ദിശയിൽ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ഇക്ലിബ്രിയം, തെർമൽ ഇക്ലിബ്രിയം എന്ന് പറയും. ഒന്നുകൂടെ ഞാൻ ആ സെന്റൻസ് റിപ്പീറ്റ് ചെയ്യുകയാണ്. അടിസ്ഥാന കണികൾക്ക് പ്രകാശമായിട്ട് മാറാൻ, പ്രകാശത്തിന് കണികകളായിട്ട് മാറാനുള്ള ഒരു സവിശേഷമായ ഒരു അവസ്ഥയിലായിരുന്നു ആദ്യ പ്രപഞ്ചം. അവ തമ്മിലൊരു ഇക്ലിബ്രിയമായി. ഇങ്ങനെ വ്യത്യാസമുണ്ട്. റേഡിയേഷൻ ആണോ പാർട്ടിക്കിൾ ആണോ എന്നുള്ള വ്യത്യാസമുണ്ട്. പക്ഷേ ഈ പ്രപഞ്ചം ഇങ്ങനെ വികസിച്ച് വരുന്നതിനനുസരിച്ച് പ്രപഞ്ചത്തിന്റെ ടെമ്പറേച്ചർ കുറയുക. അപ്പോൾ ഈ റേഡിയേഷനും പദാർത്ഥങ്ങളും തമ്മിലുള്ള ആ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഇന്ററാക്ഷന്റെ തോത് കുറയും. അങ്ങനെ തോത് കുറയുന്ന ഒരു സമയത്ത് ഇവയുടെ ഇന്ററാക്ഷൻ തീരെ ഇല്ലാണ്ടാകും. അങ്ങനെ ഇല്ലാണ്ടാകുന്ന സമയത്ത് റേഡിയേഷനും പദാർത്ഥവും തമ്മിൽ പരസ്പരം വേർതിരിക്കും. ഞാൻ ഒന്നുകൂടെ അത് പറയാം. ആദ്യ കാലഘട്ടത്തിൽ പ്രകാശവും മാറ്ററും തെർമൽ ഇക്ലിബ്രിയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്ത് ഒന്ന് മറ്റൊന്നായി മാറുന്ന ഒരവസ്ഥയിലായിരുന്നു. പ്രപഞ്ചം വികസിക്കുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നതിന് കാരണം ഇവ തമ്മിലുള്ള ഇന്ററാക്ഷൻസിന്റെ തോത് കുറയും. ഒരു ഘട്ടത്തിൽ ഇന്ററാക്ഷൻ തീരെ ഇല്ലാതാകും. ആ സമയം തൊട്ട് പ്രകാശത്തിന്റെ ഡൈനാമിക്, പ്രകാശത്തിന്റെ വികാസവും മാറ്ററിന്റേതായ വികാസം രണ്ടും ഡീകപ്പിൾ ചെയ്യും. അപ്പൊ ഈ ഡീകപ്പിൾ ചെയ്ത ആ ആദിമ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന റേഡിയേഷൻ ഇന്നും പ്രപഞ്ചത്തിലുണ്ട്. ആ ഉണ്ടായ മാറ്ററാണ് പിന്നെ ന്യൂക്ലിയസ് ആയും ആറ്റമായും നക്ഷത്രങ്ങളായും ഗാലക്സികളായിട്ടും രൂപപ്പെട്ടു. പക്ഷെ അന്നത്തെ റേഡിയേഷൻ ഉണ്ട്. മാറ്ററുമായിട്ട് കംപ്ലീറ്റ് വേർപെട്ട് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ റേഡിയേഷൻ ഇന്നും പ്രപഞ്ചത്തിലുണ്ട്. ആ റേഡിയേഷനെയാണ് നമ്മൾ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. അപ്പൊ ഇങ്ങനെ ഒരു റേഡിയേഷൻ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം. ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബാങ് സിദ്ധാന്തത്തിന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു തെളിവായിരുന്നു. 1964 പെൻസിയാസ് ആൻഡ് വിൽസൺ എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞർ രണ്ട് റേഡിയോ വേവ് ആന്റിനയുടെ സഹായത്തോടു കൂടി ഇങ്ങനെ ഒരു റേഡിയേഷൻ പ്രപഞ്ചത്തിലുണ്ട്. അതിന്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് സ്ഥലത്തിനെയോ അല്ലെങ്കിൽ ഡയറക്ഷനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. പ്രപഞ്ചത്തിന്റെ എല്ലാ ഭാഗത്തിൽ നിന്നും അത് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രകാശം വരുന്നത് ഏതെങ്കിലും നക്ഷത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഗാലക്സിയിൽ നിന്നോ അല്ല. ഈ ഒരു പ്രകാശം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ എല്ലാ ദിശയിൽ നിന്നും വരുന്നത്. ഈ പ്രകാശം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ആണ്. അതിന്റെ ഇന്നത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2.7 കെൽവിനാണെന്ന് അവർ കണ്ടെത്തി. അപ്പൊ ഈ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക നക്ഷത്രത്തിൽ നിന്നോ ഗാലക്സിയിൽ നിന്നോ വരുന്ന പ്രകാശമല്ല. ഈ പ്രകാശം ശരിക്കും യൂണിവേഴ്സിന്റെ ആദിമ കാലഘട്ടത്തിൽ മാറ്ററിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് റേഡിയേഷൻ. അതാണ് നമ്മൾ 1964 പെൻസിയാസ് ആൻഡ് വിൽസൺ ഇവിടെ കണ്ടെത്തുന്നത്. അതിന്റെ ഇന്നത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 2.7 കെൽവിൻ. അപ്പൊ വികസിക്കുന്ന പ്രപഞ്ചത്തിന്റെ രണ്ടാമത്തെ ഒരു തെളിവാണിത്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നത് എഡ്വിൻ ഹബിളിന്റെ കണ്ടെത്തലോടുകൂടി നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിനെ ഒന്നുകൂടി ഉറപ്പിക്കുന്ന ഒരു കണ്ടെത്തലാണ് പെൻസിയാസ് ആൻഡ് വിൽസൺ നടത്തിയത്. ഇങ്ങനെ ഒരു റേഡിയേഷൻ, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻസ് ഇന്ന് പ്രപഞ്ചത്തിലുണ്ട്. അതിന്റെ ഇന്നത്തെ ടെമ്പറേച്ചർ 2.7 കെൽവിൻ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരത്തിലുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ കമ്പോണൻസ് ആണ് പ്രപഞ്ചത്തിലുള്ളത്. ഒന്ന് റേഡിയേഷൻ, മറ്റേത് മാറ്റർ. മാറ്റർ എന്ന് പറയുന്നത് പല ആറ്റങ്ങൾ, പല മോളിക്യൂളുകൾ പല രൂപത്തിലുണ്ട്. പ്രധാനമായിട്ടും ജനറൽ ആയിട്ട് പ്രപഞ്ചത്തിൽ രണ്ട് കമ്പോണൻസ് ഉള്ളതായിട്ട് പറയും. ഒന്ന് മാറ്ററും ഒന്ന് റേഡിയേഷൻ. ഇവ വളരെ ആദിമ കാലഘട്ടത്തിൽ തന്നെ പരസ്പരം വേർതിരിഞ്ഞു. അവ തമ്മിൽ വലിയ ഇന്ററാക്ഷൻ ഉണ്ട്. രണ്ടും പ്രപഞ്ചം വികസിക്കുന്നതനുസരിച്ച് അവയുടെ ഡെൻസിറ്റി കുറയുന്നതല്ലാതെ ഇവ തമ്മിൽ ഒരു ഇടപെടലില്ല. കാരണം ടെമ്പറേച്ചർ പ്രപഞ്ചം വികസിക്കുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരും.
ഈ രണ്ട് കമ്പോണൻസിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാറ്റർ ആയാലും പദാർത്ഥമായാലും റേഡിയേഷൻ ആയാലും പ്രകാശമായാലും അവ അവ ആ, ആ, അടിസ്ഥാനപരമായി അങ്ങോട്ടും പരസ്പരം ആകർഷിക്കുന്നതാണ്. അത് മാറ്റർ നമുക്കറിയാം. ന്യൂട്ടോണിയൻ സിദ്ധാന്തം അനുസരിച്ച് നമ്മളൊരു കല്ലെടുത്ത് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് താഴേക്ക് വരും. എന്തുകൊണ്ട് താഴേക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമി ആ കല്ലിനെ ആകർഷിക്കുന്നു. അപ്പൊ എല്ലാ മാറ്ററും പരസ്പരം ആകർഷിക്കുന്നു. ഇങ്ങനെ ഒരു ആകർഷണം റേഡിയേഷൻസ് തമ്മിലുണ്ടോ? റേഡിയേഷനും മാറ്ററും തമ്മിലുണ്ടോ? ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ന്യൂട്ടോണിയൻ തിയറിക്ക് കഴിയില്ല. പക്ഷെ നമ്മൾ ഐൻസ്റ്റൈൻസ് ഗ്രാവിറ്റി തിയറിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന റേഡിയേഷനും ഇങ്ങനെ ഒരു ആകർഷണ സ്വഭാവമുണ്ട്. റേഡിയേഷനും മാറ്ററും തമ്മിലും ഇങ്ങനെ ഒരു ആകർഷണ സ്വഭാവം. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്നത് മാറ്റർ ആയാലും റേഡിയേഷൻ ആയാലും ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് കമ്പോണൻസ്. പ്രധാനപ്പെട്ടതല്ല, നമ്മൾ കാണുന്ന ആകെ രണ്ട് കമ്പോണൻസ്. ഇവ അട്രാക്റ്റീവ് ഗ്രാവിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പരസ്പര ആകർഷണം. മാറ്റർ പരസ്പരം ആകർഷിക്കും, റേഡിയേഷൻ പരസ്പരം ആകർഷിക്കും, മാറ്ററും റേഡിയേഷനും പരസ്പരം ആകർഷിക്കും. ഇതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേഡിയേഷൻ തൽക്കാലം അങ്ങ് വിട്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഗാലക്സികൾ അകന്നകന്ന് പോവുകയാണ്. അപ്പൊ രണ്ട് ഗാലക്സികൾ അകന്നകന്ന് പോകുമ്പോൾ അവ പരസ്പരം ആകർഷിക്കുകയും ചെയ്യും. ഗുരുത്വാകർഷണം അവ തമ്മിലും. അപ്പൊ ഈ ഗുരുത്വാകർഷണം കാരണം ഈ അകന്നകന്ന് പോകുന്ന വെലോസിറ്റി സ്പീഡ് കുറയും. പ്രപഞ്ചം ഉണ്ടായപ്പോൾ ഇവ അകലാൻ തുടങ്ങി. പക്ഷെ അവ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം കാരണം ഈ അകലുന്ന സ്പീഡ് കുറയണം. അപ്പൊ പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞു വരണം. കാരണം ഗ്രാവിറ്റി എന്ന് പറയുന്നത് അട്രാക്റ്റീവാണ്. മാറ്റർ ഗാലക്സികൾ തമ്മിൽ ആകർഷിക്കുന്നു, നക്ഷത്രങ്ങൾ തമ്മിൽ ആകർഷിക്കുന്നു, ഈവൻ റേഡിയേഷൻസ് പോലും തമ്മിൽ ആകർഷിക്കുന്നു. തൽക്കാലത്തേക്ക് നമ്മൾ റേഡിയേഷനെ മാറ്റി നിർത്തിക്കഴിഞ്ഞു. ഗാലക്സികൾ അകന്നകന്നു പോകുമ്പോൾ അവയുടെ പരസ്പര ആകർഷണം കാരണം അവയുടെ അകന്നകന്നു പോകുന്നതിന്റെ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ പറയുന്നത് പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരും, അല്ലെങ്കിൽ ഡിസിലറേറ്റിംഗ്. ഡിസിലറേറ്റിംഗ് എന്നുള്ള ടെക്നിക്കൽ വാക്കാണ്. ഡിസിലറേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ എന്ത് സ്പീഡിലാണ് ഇപ്പൊ വികസിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ മുൻപുള്ള സ്പീഡ് എന്തായിരിക്കും, 1 ബില്യൺ ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സ്പീഡിലായിരിക്കും, ഇത് നമുക്ക് മെഷർ ചെയ്യണമെന്ന് വിചാരിക്കാം. അതായത് നമുക്ക് പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ തോത് മെഷർ ചെയ്യാം. പ്രപഞ്ചം വികസിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിന്റെ സ്പീഡ് ഒരു പരിധി വരെ ഹബിള് മെഷർ ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഹബിള് മെഷർ ചെയ്യുമ്പോൾ പറ്റിയ ഒരു പോരായ്മ എന്ന് പറയുന്ന ഹബിളിന് വളരെ അടുത്തുള്ള ഏതാണ്ട് 29-30 ഗാലക്സികളെ മെഷർ ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മുടെ ശക്തിയേറിയ പുതിയ പുതിയ ടെലിസ്കോപ്പുകൾ കൊണ്ട് ആയിരക്കണക്കിന് ഗാലക്സികളെ നമുക്ക് ഒബ്സർവ് ചെയ്യാനും അവയിൽ നിന്നുള്ള പ്രകാശത്തെ റെക്കോർഡ് ചെയ്യാനും പറ്റും. അപ്പോ ഹബിള് കണ്ടെത്തിയതുപോലെ ഈ ഈ ഈ വെലോസിറ്റി പ്രകാശത്തിന്റെ തോത് അല്ലെങ്കിൽ വികാസത്തിന്റെ തോത് എന്ന് പറയുന്നത് അതൊരു സ്ഥിരമായി ഒരു സ്ഥിരാങ്കം, ഒരു എച്ച് അല്ലെങ്കിൽ പ്രകാശത്തിന്റെ അല്ലെങ്കിൽ വികാസത്തിന്റെ തോത് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെന്നായിരുന്നു ഹബിളിന്റെ ഒരു കണ്ടെത്തൽ. അത് എത്രത്തോളം ശരിയാണ്? പ്രകാശത്തിന്റെ വികാസത്തിന്റെ തോത് കോൺസ്റ്റന്റ് ആണ്, അതോ ആദിമഘട്ടത്തിൽ കൂടുതലും പിന്നെ വികസിച്ചതിനനുസരിച്ച് ഈ തോത് കുറഞ്ഞു കുറഞ്ഞു വരികയും? ഇത് കണ്ടെത്തണമെങ്കിൽ വീണ്ടും നമ്മൾ ഹബിൾ നടത്തിയ അതേ എക്സ്പെരിമെന്റ് ഒബ്സർവേഷൻ തന്നെ നടത്തും. ഹബിളിന് ഏതാണ്ട് 29-30 ഗാലക്സികളെ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ ഇന്ന് നമുക്ക് ഒരുപാട് ഗാലക്സികളെ കാണാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ദൂരത്തേക്കുള്ള ഗാലക്സികളിലേക്ക് നോക്കാം. ദൂരത്തിലേക്കുള്ള ഗാലക്സികളെ നോക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ ഗാലക്സികളെ നമ്മുടെ ടെലിസ്കോപ്പിലൂടെ നമുക്ക് കാണാൻ പറ്റണം. അതായത് ഏതെങ്കിലും ഒരു ഗാലക്സിയെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഗാലക്സിയിലുള്ള ഏതെങ്കിലും നക്ഷത്രത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ നക്ഷത്രം നല്ല പ്രകാശമുള്ളതായിരിക്കും. എങ്കിലേ നമുക്ക് ടെലിസ്കോപ്പിൽ കൂടെ ആയിരുന്നാൽ പോലും നമുക്ക് അവയെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് നല്ല ശക്തിയുള്ള പ്രകാശം വമിക്കുന്ന സ്രോതസ്സുകൾ വേണം. അങ്ങനെയുള്ള നക്ഷത്രങ്ങളിൽ നമുക്ക് വേണം. അത് മാത്രമല്ല, ആ നക്ഷത്രത്തിന്റെ യഥാർത്ഥത്തിലുള്ള ബ്രൈറ്റ്നസ് എന്താണെന്ന് നമുക്ക് അറിയുകയും വേണം. ഹബിൾ നടത്തിയ ഒബ്സർവേഷൻ തന്നെയാണ് നമ്മൾ നടത്തുന്നത്. ദൂരം മെഷർ ചെയ്യണം, അവയുടെ സ്പീഡ് മെഷർ ചെയ്യണം. ദൂരം കൂടുന്തോറും പ്രകാശം നക്ഷത്രങ്ങൾ കൂടുതൽ ഡിമ്മായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ശക്തിയായ സ്രോതസ്സുകളെ കണ്ടെത്തേണ്ടി വരും. അങ്ങനെയുള്ള ഒരു തെരച്ചിലിൽ നമുക്ക്
ഒരു ഒരു ആ, ഇത് ഈ വികാസത്തിന്റെ തോത് മെഷർ ചെയ്യാൻ ഒരു സ്രോതസ്സായിട്ട് കാണാൻ പറ്റുന്ന ഒരു നക്ഷത്രത്തെ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. അതിന് അവരിട്ട പേര് സൂപ്പർ നോവ ടൈപ്പ് 1A. സൂപ്പർ നോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊട്ടിത്തെറിക്കുന്ന നക്ഷത്രം. വൈറ്റ് ഡ്വാർഫ് പൊട്ടിത്തെറിക്കുന്ന നക്ഷത്രത്തെയാണ് അവർ സൂപ്പർനോവ ടൈപ്പ് 1A. സൂപ്പർനോവ ടൈപ്പ് 1A. ഈ സൂപ്പർനോവ ടൈപ്പ് 1Aയുടെ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സണ്ണിനെക്കാളും 5 ബില്യൺ ടൈംസ് വലുതാണ്. ചെറിയല്ല, 5 ബില്യൺ സൂര്യന്മാര് ഒരുമിച്ച് ഉദിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രകാശം വരുമോ അത്രയും പ്രകാശമുണ്ട് ഈ ടൈപ്പ് 1A സൂപ്പർനോവ. അപ്പൊ എത്ര ദൂരത്ത് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവയെ കാണാൻ പറ്റും. എന്ന് മാത്രമല്ല, ഇത് ഏത് ഗാലക്സിയിലാണോ ഈ ഒരു നക്ഷത്രം നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ പൊട്ടിത്തെറി നടക്കുന്നത്, അതിന്റെ പ്രകാശം എന്ന് പറയുന്നത് അതിന്റെ എൻ്റയർ ഗാലക്സിയുടെ പ്രകാശത്തെക്കാളും കൂടുതലാണ്. ഇവിടെ നമ്മൾ നോക്കൂ, സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ഏറ്റവും താഴെയായിട്ട് ഒരു സ്പോട്ട് കാണിച്ചിരിക്കുന്നുണ്ട്. അതാണ് സൂപ്പർനോവ 1994D. അതിന്റെ പ്രകാശം ചെറിയൊരു ബിന്ദുവാണെങ്കിലും അതിന്റെ പ്രകാശം എന്ന് പറയുന്നത് ഏതാണ്ട് ഗാലക്സിക്ക് തുല്യമാണ്, അല്ലെങ്കിൽ ഗാലക്സിയേക്കാൾ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ശക്തിയേറിയ ഒരു സ്രോതസ്സിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. അപ്പോ ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളെ നമ്മൾ മറ്റ് ഗാലക്സികളിൽ തിരഞ്ഞു കണ്ടുപിടിക്കണം. ടൈപ്പ് 1 സൂപ്പർനോവ. അതിൽ ചില പ്രത്യേകതകളുണ്ട്. അവയുടെ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ സിലിക്കന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അവയുടെ പ്രകാശം എമിറ്റ് ചെയ്യുന്നതിൽ കൂടുതൽ പങ്ക് വഹിക്കുന്നത് സിലിക്കൺ. അപ്പൊ സിലിക്കന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ലൈൻ ഈ ശക്തിയേറിയ സ്രോതസ്സിലുണ്ടെങ്കിൽ നമുക്കതിനെ ടൈപ്പ് 1 സൂപ്പർനോവ എന്ന് തീർച്ചയാക്കാം. അപ്പൊ ഇത്തരം ടൈപ്പ് 1 സൂപ്പർനോവയെ ഒരുപാട് ഗാലക്സികളിൽ നമ്മൾ തിരഞ്ഞു കണ്ടുപിടിച്ച് അവയുടെ പ്രകാശത്തെ റെക്കോർഡ് ചെയ്ത് അവയുടെ ലൂമിനോസിറ്റി പഠിച്ച് ദൂരവും അവയുടെ റെഡ്ഷിഫ്റ്റ് പഠിച്ച് ഈ ഗാലക്സികളുടെ സ്പീഡ് നമുക്ക് കണക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അന്ന് ഹബിൾ പഠിക്കുമ്പോൾ ഹബിൾ ഉപയോഗിച്ച സ്രോതസ് എന്ന് പറയുന്നത് സെഫൈഡ് വേരിയബിൾസ് എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ സ്റ്റാർ ആയി. അതിന് അത്ര വലിയ പ്രകാശമൊന്നും, അതുകൊണ്ടാണ് പുള്ളിക്ക് കൂടുതൽ ദൂരത്തിലേക്ക് പോകാൻ പറ്റത്തത്. ഇത് മാത്രമല്ല, അന്ന് അത്ര ശക്തിയേറിയ ടെലസ്കോപ്പുകളും ഉണ്ടായി. ഇത് നമ്മുടെ ശക്തിയേറിയ ടെലസ്കോപ്പുകളുടെ സഹായത്തോടെ ഇത്ര ശക്തിയേറിയ സ്രോതസ്സുകൾ തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് പ്രപഞ്ചത്തിന്റെ വളരെ ഉള്ളറകളിലേക്ക് കടന്ന് അനേകം ഗാലക്സികളുടെലേക്കുള്ള ദൂരവും അവയുടെ സ്പീഡിന്റെ തോതും മെഷർ ചെയ്യാൻ പറ്റും. ഇത് മെഷർ ചെയ്തതിൽ നിന്നും നമുക്ക് മനസ്സിലായത് ഈ വികസിക്കുന്നതിന്റെ തോത് ഒരു കോൺസ്റ്റന്റ് അല്ല, അതിങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. യൂണിവേഴ്സ് വികസിക്കും തോറും ഈ തോത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. തോത് മറ്റൊരു വളരെ അത്ഭുതകരമായ ഒരു കാര്യം എന്ന് പറയും, അവർ കണ്ടെത്തിയ ഒരു കാര്യം കണ്ടെത്തിയെന്ന് പറയുന്നത്, കൂടുതൽ ദൂരത്തിലേക്കുള്ള ടൈപ്പ് 1 ഇത്തരം സ്റ്റാറുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡിം ആയിട്ടാകാം. ഞാൻ ആ സെന്റൻസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. വളരെ ദൂരത്തുള്ള ടൈപ്പ് 1 സൂപ്പർനോവയെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ ഇത്ര ദൂരത്തിലാണെങ്കിൽ അതിന് ഇത്ര ദൂരം നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇത്ര ബ്രൈറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യണം. പക്ഷെ അതിനേക്കാൾ കുറവ് ബ്രൈറ്റ്നസ്സാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ഡിമ്മായിട്ടാണ്. ഇങ്ങനെ ഡിമ്മായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം കൂടുതൽ വേഗത്തിൽ ഈ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ഈ ഗാലക്സികൾ നമ്മിൽ നിന്ന് അകന്നകന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇത് വളരെ ഐതിഹാസികമായ ഒരു കൺക്ലൂഷനിലാണ് അവരെത്തിച്ചേർന്നത്. അവരെത്തിച്ചേർന്നത് ഇപ്പൊ നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് വികസിക്കുന്നതിന്റെ തോത് കൂടുകയാണ് ചെയ്യുന്നത്. അതിന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് വളരെ അത്ഭുതകരമായ ഒരു കണ്ടെത്തലാണ്. അവള് കണ്ടെത്തിയത് പ്രപഞ്ചത്തിന്റെ വികാസം ഏതാണ്ട് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ അനുമാനിച്ചത് പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ തോത് കുറഞ്ഞു വരും. അത് നമുക്ക് പിൽക്കാലത്ത് തിയറിയിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. കാരണം മാറ്ററും റേഡിയേഷനുമാണ് കമ്പോണൻസ്. ഇത് രണ്ടും പരസ്പരം ആകർഷിക്കുന്നതാണ്. അപ്പൊ ഗാലക്സികൾ തമ്മിലുള്ള പരസ്പര ആകർഷണം കാരണം ഈ ഈ ഈ പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ തോത് അല്ലെങ്കിൽ സ്പീഡ് കുറയുകയാണ് നിർവാഹമുള്ളത്. പക്ഷെ ഒബ്സർവേഷൻ കാണിച്ചിരിക്കുന്നത് നേരെ വിപരീത ദിശയിലേക്കാണ്.
പരസ്പര ആകർഷണം കാരണം പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ തോത് കുറയുന്നു എന്നുള്ള കണ്ടെത്തലിന് വിരുദ്ധമായി നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് ഒബ്സർവേഷൻ കാണിക്കുന്നത് കുറയുന്നതിന് പകരം പ്രപഞ്ചത്തിന്റെ വികാസം കൂടുന്നതായിട്ടാണ്. ഇത് വലിയൊരു പാരഡോക്സാണ്, ഒരു കീറാമുട്ടിയാണ്. ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ വികാസം സ്പീഡ് കൂടണമെങ്കിൽ, ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ പരസ്പരം ആകർഷിക്കുന്ന മാറ്ററും റേഡിയേഷനും മാത്രം പോരാ കമ്പോണന്റ്. ഇവയുടെ സ്പീഡ് കൂട്ടാൻ ഉപോദ്ബലകമായ ഗ്രാവിറ്റിക്ക് വിരുദ്ധമായ, പുറത്തേക്ക് തള്ളാൻ പറ്റുന്ന ആന്റി ഗ്രാവിറ്റേറ്റീവ് അട്രാക്ഷന് പകരം റിപ്പൾസീവ് ഗ്രാവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എലിമെന്റ് പ്രപഞ്ചത്തിൽ വേണം. ഇനി ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ടൈപ്പ് 1 സൂപ്പർനോവയെ നമ്മൾ നിരീക്ഷിക്കുന്നു. നമുക്ക് കിട്ടുന്ന അത്യത്ഭുതമായ റിസൾട്ട് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ വികാസം, ഇതിന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. ഇത് വളരെ അത്ഭുതമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് മാറ്ററും റേഡിയേഷനും അട്രാക്റ്റീവ് ഗ്രാവിറ്റി ആണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗാലക്സികൾ തമ്മിൽ പരസ്പരം ആകർഷിക്കും. ആ ആകർഷണം ഉള്ളതുകൊണ്ട് സ്പീഡ് കുറയുകയാണ് വേണ്ടത്. പക്ഷേ നിരീക്ഷണം നേരെ എതിർ ദിശയിൽ. അപ്പൊ മാറ്ററും റേഡിയേഷനും എപ്പോഴും അട്രാക്റ്റീവ് ആണ്. അപ്പൊ ഈ രണ്ട് കമ്പോണന്റും അല്ലാതെ മൂന്നാമതൊരു കമ്പോണന്റ് ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിന്റെ നേച്ചർ എന്താണെന്നോ അതിന്റെ അതിന്റെ പരിണാമത്തിന്റെ സ്ഥിതി എന്താണെന്നോ നമുക്ക് യാതൊരു കാര്യമായ വിവരമില്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പോണന്റ് ഉണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഈ പ്രപഞ്ചത്തിന്റെ വികാസത്തിലുണ്ടാകുന്ന സ്പീഡിന്റെ വർധന. അപ്പൊ ഇത് കണ്ടുപിടിച്ചത് 3 ശാസ്ത്രജ്ഞർ കൂടിയാണ്. 3 ശാസ്ത്രജ്ഞർ എന്ന് പറഞ്ഞാൽ മതിയാവില്ല. 2 ഗ്രൂപ്പുകളാണ് ചേർന്നത്. ഒന്ന് ഓസ്ട്രേലിയയിലും ഒന്ന് US-ലുള്ള 2 ഗ്രൂപ്പ് ഓഫ് അസ്ട്രോണമേഴ്സ് ആണ്. അവരുടെ നേതാക്കളായ 3 ശാസ്ത്രജ്ഞർക്കാണ് നോബൽ പ്രൈസ് കൊടുത്തത്. 1998 ഈ ഡിസ്കവറി വരുന്നത്. നമുക്ക് ഹബിളിന്റെ ഡിസ്കവറി വരുന്നത് 1929. കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് ഡിസ്കവർ ചെയ്യുന്നത് 1963. അതിനുശേഷം 1998 റീസെന്റ് ആയിട്ടാണ് പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ തോത് കൂടുന്നു, സ്പീഡ് കൂടുന്നു എന്നുള്ള ഡിസ്കവറി വരുന്നത്. അപ്പോ ഈ സ്പീഡ് കൂടണമെങ്കിൽ ഒരു തേർഡ് കമ്പോണന്റ് പ്രപഞ്ചത്തിൽ വേണം. അത് ഗ്രാവിറ്റേറ്റിംഗ് അല്ല, ആന്റി ഗ്രാവിറ്റേറ്റിംഗ് അട്രാക്ഷൻ വരും, റിപ്പൾഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കമ്പോണന്റിനെ അവർ ഡാർക്ക് എനർജി എന്ന് വിളിച്ചു. ഡാർക്ക് എനർജി. അതിന് മലയാളത്തിൽ തമോ ദ്രവ്യം എന്നുള്ള പേര് വരും. അവർ കൊടുത്ത പേര് ഡാർക്ക് എനർജി. എന്തുകൊണ്ട് ഈ ഡാർക്ക് എനർജിയുടെ സ്വഭാവം എന്താണ്? അത് ഗ്രാവിറ്റേറ്റിംഗ് അല്ല, മറിച്ച് ആന്റി ഗ്രാവിറ്റേറ്റിംഗ്. അത് ഈ ഗാലക്സികളെ പോലെ ഇങ്ങനെ ക്ലംപ് ചെയ്യത്തില്ല, കൂടി നിൽക്കത്തില്ല. റേഡിയേഷനെ പോലെ സർവ്വവ്യാപിയായിട്ട് യൂണിഫോം ആയിട്ട് പ്രപഞ്ചം മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു കമ്പോണന്റ് ഡാർക്ക് എനർജി. എമൗണ്ട് വൈസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ മൂന്നാമത്തെ ഡാർക്ക് എനർജിയാണ് മേജർ കമ്പോണന്റ്. ഇപ്പൊ അടങ്ങിയിരിക്കുന്ന കമ്പോണന്റ് 70% ഡാർക്ക് എനർജിയാണ്. അത് പോയിട്ട് ഒരു 20 തൊട്ട് 25% ഡാർക്ക് മാറ്റർ. പിന്നെ വരുന്നുള്ളൂ നമ്മുടെ റേഡിയേഷനും നമ്മൾ കാണുന്ന ഗാലക്സികൾ പോലുള്ള മാറ്റർ. അപ്പൊ നമുക്ക് അറിയപ്പെടാത്ത 2 കമ്പോണന്റ്സ് ഇന്ന് പ്രപഞ്ചത്തിലുണ്ട്. ഒന്ന് ഡാർക്ക് എനർജി, പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ തോത് കൂട്ടുന്ന കമ്പോണന്റ്. പിന്നൊന്ന് ഡാർക്ക് മാറ്റർ, അത് അട്രാക്റ്റീവ് ആണ്. നമുക്കറിയാവുന്നത് വെറും 5% മാത്രം. മേജർ കമ്പോണൻസിനെ കുറിച്ച് നമുക്ക് ഇന്നും വലിയ ധാരണയില്ല. പക്ഷെ ഇത് ഉണ്ടെന്നുള്ളതിന് നമുക്ക് ശക്തമായ തെളിവുകൾ. ഈ 3 പേർക്കാണ് ഇതിനുള്ള നോബൽ പ്രൈസ് 2011 കൊടുത്തത്. പോൾ മട്ടർ, ബ്രയൻ സ്മിത്ത് ആൻഡ് ആഡം റീസ്. ശരിക്കും പറഞ്ഞാൽ 2 ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഇവരുടെ കണ്ടെത്തലിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് പ്രപഞ്ചം ഇന്ന് വികസിച്ചുകൊണ്ടിരിക്കും. ഇന്ന് അതിന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. സ്പീഡ് കൂടാനുള്ള കാരണം ഡാർക്ക് എനർജിയാണ്. അപ്പോൾ ഈ സ്പീഡിന്റെ ഇൻക്രീസിൽ നിന്ന് ഇന്നുള്ള ഡാർക്ക് എനർജിയുടെ ഡെൻസിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ അവർ മെഷർ ചെയ്തു. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഇവിടെ ഞാൻ അതിന്റെ വാല്യൂ എഴുതിയിട്ടുണ്ട്. ഏകദേശം 10⁻⁻27 kg/m. വളരെ ഡെൻസിറ്റി വളരെ കുറവാണ്. എന്ന് മാത്രമല്ല ഇതിന്റെ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്.
ഇതും വളരെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഈ വികസിക്കുന്ന പ്രപഞ്ചത്തിൽ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് ഒരു കമ്പോണന്റിന് കഴിയാൻ പറ്റുക? പക്ഷേ അതാണ് സത്യത്തിലുള്ള അവസ്ഥ എന്നാണ് ഇന്ന് ശാസ്ത്രം പൊതുവെ വിശ്വസിക്കുന്നത്. ഈ ഡാർക്ക് എനർജിയുടെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്. അതിന്റെ ഡെൻസിറ്റി അതുകൊണ്ട് 10⁻⁻27 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇതിന്റെ ഡെൻസിറ്റി കുറവാണെങ്കിലും പ്രപഞ്ചത്തിന്റെ മറ്റ് കമ്പോണന്റിനേക്കാൾ എമൗണ്ട് ഇത് കൂടുതൽ, ഡെൻസിറ്റി കുറവാണ്. ഈ മാറ്ററിന്റെ ഡെൻസിറ്റി എടുത്തു കഴിഞ്ഞാൽ വളരെ കുറവാണ്. റേഡിയേഷൻ ഡെൻസിറ്റി ഇതിലും വളരെ താഴെ. അപ്പോ ഇതിന്റെ ഡെൻസിറ്റി പ്രപഞ്ചം വികസിക്കുന്നതിനനുസരിച്ച് മാറത്തില്ല. അതേപക്ഷെ മാറ്ററിന്റെ ഡെൻസിറ്റി ആയാലും റേഡിയേഷന്റെ ഡെൻസിറ്റി ആയാലും പ്രപഞ്ചത്തിന്റെ വികാസത്തിനനുസരിച്ച് അത് കുറയും. അപ്പൊ നമ്മളിപ്പോ ഒരു ബലൂൺ എടുത്ത് ഒരു സാധനം വികസിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള പദാർത്ഥത്തിന്റെ കണ്ടന്റ്, മൊത്ത കണ്ടന്റ് മാറുന്നില്ല എന്ന് വിചാരിക്കും. അപ്പോൾ വോളിയം കൂടുന്നതിനനുസരിച്ച് ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് വോളിയത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തിന്റെ എമൗണ്ട്. വോളിയം കൂടുന്നതിനനുസരിച്ച് ഡെൻസിറ്റി കുറയും. അപ്പോൾ പദാർത്ഥത്തിന്റെ ഡെൻസിറ്റി കുറയും, റേഡിയേഷന്റെ ഡെൻസിറ്റി കുറയും. പക്ഷെ വോളിയം എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച്, പ്രപഞ്ചത്തിന്റെ വോളിയം കൂടുന്നതിനനുസരിച്ച് ഡാർക്ക് എനർജിയുടെ ഡെൻസിറ്റിക്ക് മാറ്റം വരും. അപ്പൊ ഏർലി, വളരെ മുൻപുള്ള യൂണിവേഴ്സിന്റെ ശൈശവാവസ്ഥയെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മാറ്ററിന്റെയോ അല്ലെങ്കിൽ റേഡിയേഷന്റെ ഡെൻസിറ്റി ഒക്കെ വളരെ കൂടുതലാണ്. ആ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈ ഡാർക്ക് എനർജിയുടെ ഡെൻസിറ്റിയെക്കാളും കുറവാണ്. എന്നാൽ ഡാർക്ക് എനർജിയുടെ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് വളരെ കുറവാണ്. റേഡിയേഷന്റെയും മാറ്ററിന്റെ ഡെൻസിറ്റി ഇന്ന് വളരെ കുറവാണ്. പ്രപഞ്ചത്തിന്റെ ശൈശവാവസ്ഥയിൽ അവയുടെ ഡെൻസിറ്റി വളരെ കൂടുതലായിരുന്നു. വികസിക്കുന്നത് കൊണ്ടാണ് അവയുടെ ഡെൻസിറ്റി കുറഞ്ഞത്. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിന്റെ ശൈശവാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഭൂതകാലത്തിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഭൂതകാലത്തില് മാറ്ററിന്റെയും റേഡിയേഷന്റെയും ഡെൻസിറ്റി വളരെ കൂടുതലായി. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിരുന്നത് അവരാണ്. മേജർ കമ്പോണൻസ് ഡെൻസിറ്റി അവയുടെ കൂടുതലായതുകൊണ്ട് അവയുടെ എഫക്റ്റാണ് കൂടുതൽ. വികസിച്ച് വരുന്നതിനനുസരിച്ച് മാറ്ററിന്റെയും പ്രകാശത്തിന്റെയും ഡെൻസിറ്റി കുറഞ്ഞ് ഡാർക്ക് എനർജിയുടെ ഡെൻസിറ്റിക്കും താഴെയായപ്പോൾ ഡാർക്ക് എനർജിയുടെ പ്രഭാവം തെളിഞ്ഞു തുടങ്ങി. ആ സമയം തൊട്ടായിരിക്കാം പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ സ്പീഡ് കൂടാൻ തുടങ്ങി. അപ്പൊ ഈ ഡെൻസിറ്റി കമ്പയർ ചെയ്തിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തെടുത്തത് ഈ ഈ ഈ പ്രപഞ്ചത്തിന്റെ വികാസം സ്പീഡ് കൂടാൻ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. ഏകദേശം 5 ബില്യൺ ഇയേഴ്സിന് മുമ്പാണ് ഈ ഡാർക്ക് എനർജിയുടെ പ്രഭാവം മാറ്ററിൽ നിന്ന് റേഡിയേഷനിൽ നിന്ന് കൂടുതലാകാൻ തുടങ്ങുന്നത്. അന്ന് തൊട്ടാണ് പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ തോത് കൂടാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ, ഏർലി സ്റ്റേജിൽ അല്ലെങ്കിൽ ശൈശവാവസ്ഥയിൽ, അതായത് 5 ബില്യൺ ഇയേഴ്സിന് മുമ്പ് വരെ പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ സ്പീഡ് കുറയുകയായിരുന്നു. കാരണം എന്താണ്? അന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് മാറ്ററും റേഡിയേഷനും കൂടിയായിരുന്നു. കാരണം അവയുടെ ഡെൻസിറ്റി ഡാർക്ക് എനർജി ഡെൻസിറ്റിയേക്കാൾ വളരെ കൂടുതലായിരുന്നു. പിൽക്കാലത്ത് പ്രപഞ്ചം വികസിച്ചപ്പോൾ മാറ്ററിന്റെയും റേഡിയേഷന്റെയും ഡെൻസിറ്റി ഡാർക്ക് എനർജി ഡെൻസിറ്റിയേക്കാൾ താഴെയാവുകയും ഡാർക്ക് എനർജി ഡോമിനന്റ് കമ്പോണന്റ് ആണ്. ഡാർക്ക് എനർജി റിപ്പൾസീവ് ക്യാരക്ടർ ആയതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ സ്പീഡ് കൂടാനുണ്ട്. അപ്പോൾ ഈ ആക്സലറേറ്റഡ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരു ആദ്യം തൊട്ടേ ഉള്ള ഒരു പ്രവണതയല്ല. മറിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ തോത് കുറഞ്ഞു വരും. സ്പീഡ് കുറവായിരുന്നു ബിക്കോസ് ഓഫ് അട്രാക്ഷൻ. കാരണം മാറ്ററും റേഡിയേഷനും ആയിരുന്നു ഡോമിനന്റ് കമ്പോണന്റ്. പിൽക്കാലത്ത് അവയുടെ ഡെൻസിറ്റി ഡാർക്ക് എനർജി ഡെൻസിറ്റിയേക്കാൾ താഴെയായപ്പോൾ ഡാർക്ക് എനർജി കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുകയും പ്രപഞ്ചത്തിന്റെ എക്സ്പാൻഷന്റെ സ്പീഡ് കൂടാനുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത്, എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഈ ഗാലക്സികൾ തമ്മിലുള്ള അകന്നു പോക്കിനെയാണ് എക്സ്പാൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചത്തിൽ അടിസ്ഥാനപരമായി 3 കമ്പോണൻസ് ആണ്: മാറ്റർ, റേഡിയേഷൻ, ഡാർക്ക് എനർജി. ഈ മാറ്ററിൽ തന്നെ 2 തരമുണ്ട്: ഡാർക്ക് മാറ്ററും പിന്നെ പ്രകാശം പുറപ്പെടുവിക്കുന്ന മാറ്റർ. ഇപ്പം നമ്മുടെ സ്റ്റാർസ് അല്ലെങ്കിൽ ഗാലക്സീസ് നിൽക്കുന്നതൊക്കെ പ്രകാശം പുറപ്പെടുവിക്കുന്നതാണ്. അതൊക്കെ സാധാരണ മാറ്റർ. ടെക്നിക്കലായിട്ട് അതൊക്കെ ബേരിയോണിക് മാറ്റർ.
ഈ ഡാർക്ക് മാറ്റർ എന്നാകുമ്പോൾ പ്രകാശം വമിക്കാൻ കഴിവില്ലാത്ത മാറ്റർ. പ്രകാശം വമിക്കാൻ കഴിയില്ലെങ്കിൽ അവയ്ക്ക് ഗ്രാവിറ്റേറ്റിംഗ് നേച്ചർ, അട്രാക്റ്റീവ് ഗ്രാവിറ്റി. ഈ 3 കമ്പോണൻസ്, മാറ്റർ, ഡാർക്ക് എനർജി, റേഡിയേഷൻ. മാറ്ററിൽ ഡാർക്ക് മാറ്റർ ഉണ്ട്, സാധാ മാറ്റർ ഉണ്ട്. ബേസിക് ആയിട്ട് പറഞ്ഞാൽ 3 കമ്പോണൻസ്, മാറ്റർ, റേഡിയേഷൻ, ഡാർക്ക് എനർജി. ഇന്നത്തെ നമ്മുടെ പ്രപഞ്ചത്തിൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് എനർജിയാണ്. അതിന്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ റിപ്പൾഷൻ ആണ്. അതുകൊണ്ട് എക്സ്പാൻഷന്റെ തോത് കൂടുകയാണ്, സ്പീഡ് കൂടുകയാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രപഞ്ചത്തെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട്. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല, നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ഗാലക്സീസ്. പ്രപഞ്ചത്തെ മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ ഗാലക്സീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ മതി, അതിനും താഴേക്ക് പോകേണ്ട കാര്യമുണ്ട്. ഈ ഗാലക്സീസ് എല്ലാം യൂണിഫോം ആയിട്ടാണ് വിതരണം ചെയ്യുന്നത്. ഹബിളിന്റെ കണ്ടെത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഗാലക്സികൾ അല്ലെങ്കിൽ ഗാലക്സികൾ പരസ്പരം അകന്നു പോയിക്കൊണ്ടേയിരിക്കും. ഈ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മളെ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് അല്ലെങ്കിൽ വികസിക്കുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഭൂതകാലത്തിൽ ഇവയുടെ ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. വീണ്ടും നമ്മൾ ഭൂതകാലത്തിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 0 ആവും. അതിൽ നിന്നായിരിക്കും എക്സ്പാൻഷൻ തുടങ്ങുന്നത്. അപ്പൊ ഇതെല്ലാം ഡിസ്റ്റൻസ് 0 ആയി ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത ആ ഒരു നിമിഷത്തെയാണ് നമ്മൾ ബിഗ് ബാങ്. അപ്പോൾ യൂണിവേഴ്സിന് ഒരു തുടക്കം, ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം ബിഗ് ബാങ്. അവിടെ നിന്ന് ഇത് എക്സ്പാൻഡ് ചെയ്തു. ശൈശവാവസ്ഥയിൽ മാറ്ററിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് പരസ്പരം അട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് പിൽക്കാലത്ത് അവ നക്ഷത്രങ്ങളായും പിന്നെ ഗാലക്സികളായിട്ടൊക്കെ രൂപപ്പെട്ടു. പക്ഷെ യൂണിവേഴ്സിന്റെ പൊതുവെ ഗ്രാവിറ്റി ഒരു യൂണിഫോം ഫോഴ്സ് ആയതുകൊണ്ട് രൂപാന്തരപ്പെട്ട ഗാലക്സികളുടെ ഡിസ്ട്രിബ്യൂഷൻസ് ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. പക്ഷേ ഈ 3 കമ്പോണന്റിൽ ആദ്യ കാലഘട്ടങ്ങളിൽ മാറ്ററും റേഡിയേഷനുമായിട്ട് ആദ്യം റേഡിയേഷൻ ആയിരുന്നു, പിന്നെ മാറ്റർ ഡോമിനേറ്റ് ചെയ്തു. അപ്പൊ ഈ 2 കാലഘട്ടങ്ങളിലും സ്പീഡ് കുറയുകയായിരിക്കും ചെയ്യുക, കാരണം മാറ്ററും റേഡിയേഷനും ഗ്രാവിറ്റേറ്റ് ചെയ്യും. അപ്പൊ ഏതാണ്ട് 5 ബില്യൺസിനപ്പുറം വെച്ചിട്ട് ഇവയുടെ ഈ 2 കമ്പോണന്റുകളുടെയും ഡെൻസിറ്റി ഡാർക്ക് എനർജി ഡെൻസിറ്റിയെക്കാളും കുറവാകും. ഡാർക്ക് എനർജി ഡോമിനന്റ് കമ്പോണന്റ് ആണ്. ഡാർക്ക് എനർജി റിപ്പൾസീവ് ആയതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ വികാസം സ്പീഡ് കൂടാനും തുടങ്ങി. അപ്പൊ ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് ഒരു ആക്സിലറേറ്റിംഗ്. ഇതാണ് നമ്മുടെ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ഇന്നത്തെ നമ്മുടെ വീക്ഷണം. ഈ വീക്ഷണത്തിന് അടിസ്ഥാനപരമായി നമുക്ക് നിരീക്ഷണ പരീക്ഷണങ്ങളുടെ പിൻബലം. അപ്പോ ഇതിനെ കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ ശരിക്കും ഒരു എക്സ്പാൻഡിങ് യൂണിവേഴ്സിന്റെ ഒരു മോഡലൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായി ഗ്രാവിറ്റി എന്താണെന്ന് അറിയണം. ഗ്രാവിറ്റി കാരണം ഈ പ്രപഞ്ചത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ബലം എന്ന് പറയുന്നത് ഗ്രാവിറ്റി. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് കൂടെ ഉണ്ടെങ്കിൽ അതിന് വലിയ റെലവൻസ്. നമ്മൾ ഇന്ന് കാണുന്ന സ്റ്റാർസ് ആകട്ടെ ഗാലക്സി ആകട്ടെ എല്ലാം ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അപ്പോ പ്രപഞ്ചത്തിന്റെ മൊത്തത്തിലുള്ള ഘടനയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ബലത്തിന് യാതൊരു റെലവൻസും ഇല്ല. അതേപോലെ ന്യൂക്ലിയർ ബലങ്ങൾ വളരെ ഷോർട്ട് റേഞ്ചാണ്, അവ ന്യൂക്ലിയസിനകത്ത് മാത്രം ഒതുങ്ങി. അതുകൊണ്ട് തന്നെ ഈ ഗാലക്സികൾ തമ്മിലുള്ള ഇന്ററാക്ഷനിൽ ന്യൂക്ലിയർ ഫോഴ്സിന് കാര്യമായ റോൾ. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന, മൊത്തത്തിലുള്ള പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റിയാണ്. ആ ഗ്രാവിറ്റിയെ ശരിക്കും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ കണ്ടുപിടുത്തങ്ങളെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റൂ. ഭാഗ്യവശാൽ നമുക്ക് ഇന്ന് അതിനുള്ള വളരെ ശക്തമായ സിദ്ധാന്തങ്ങളുണ്ട്. നമുക്ക് ആദ്യം 1665 ന്യൂട്ടന്റെ ഗ്രാവിറ്റി സിദ്ധാന്തം വന്നു. അതിന് പല പോരായ്മകളുള്ളതുകൊണ്ട് 1915 ഐൻസ്റ്റീന്റെ ഗ്രാവിറ്റി സിദ്ധാന്തം. ആ ഗ്രാവിറ്റി സിദ്ധാന്തത്തിന്റെ ബേസിൽ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നമുക്ക് വിശദീകരിക്കാൻ പറ്റും. എഡ്വിൻ ഹബിളിന്റെ കണ്ടുപിടുത്തമായാലും കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ടിന്റെ കണ്ടുപിടുത്തമായാലും ഇപ്പോഴുള്ള ആക്സിലറേറ്റഡ് എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്നുള്ള കണ്ടുപിടുത്തമായാലും ഈ ഐൻസ്റ്റീൻസ് തിയറിയുടെ ബേസിസിൽ നമുക്ക് ഭംഗിയായിട്ട് വിശദീകരിക്കാൻ പറ്റും. അപ്പൊ ഇന്ന് നമുക്ക് യൂണിവേഴ്സിനെ കുറിച്ച് വളരെ ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട്. നമ്മുടെ പ്രപഞ്ചം വികസിക്കുക,
നമ്മുടെ പ്രപഞ്ചത്തിൽ അടിസ്ഥാനപരമായി 3 കമ്പോണൻസ് ആണ്: മാറ്റർ, റേഡിയേഷൻ, ഡാർക്ക് എനർജി. ആദ്യ കാലഘട്ടങ്ങളിൽ മാറ്ററും റേഡിയേഷനുമാണ് ഡോമിനന്റ് കമ്പോണൻസ് ആയി. അവിടെ ഡെൻസിറ്റി വളരെ കൂടുതലായതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ സ്പീഡ് കുറയുകയായിരുന്നു ബിക്കോസ് ഓഫ് അട്രാക്റ്റീവ് ഗ്രാവിറ്റി. പിൽക്കാലത്ത് ഏകദേശം 5 ബില്യൺ ഇയേഴ്സിന് മുമ്പ് റേഡിയേഷന്റെയും മാറ്ററിന്റെയും ഡെൻസിറ്റി ഡാർക്ക് എനർജിയുടെ ഡെൻസിറ്റിയേക്കാൾ കുറവാകും. പ്രപഞ്ചത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നതിൽ ഡോമിനന്റ് ആയിട്ട് ഡാർക്ക് എനർജി വരും. ഡാർക്ക് എനർജി റിപ്പൾസീവ് ആയതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ സ്പീഡ് കൂടാൻ. നൗ വി ആർ ലിവിങ് ഇൻ ആക്സിലറേറ്റഡ് എക്സ്പാൻഡിങ്. ഈ 3 കണ്ടെത്തലുകളെ നമുക്ക് ഐൻസ്റ്റീൻസ് ഗ്രാവിറ്റിയുടെ അടിസ്ഥാനത്തിൽ വളരെ ഭംഗിയായിട്ട് വിശദീകരിക്കാൻ. ഇതാണ് നമ്മുടെ ഒരു ശാസ്ത്രീയമായ പ്രപഞ്ചത്തെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം. ഇത് കൂടുതൽ പഠിക്കാൻ വേണ്ടി ഇപ്പോ പല വിവിധങ്ങളിലുള്ള ടെലിസ്കോപ്പുകളുണ്ട്. ഒപ്റ്റിക്കൽ റീജിയണിൽ വർക്ക് ചെയ്യുന്ന ടെലിസ്കോപ്പുകളുണ്ട്. റേഡിയോ വേവ്സ് ഡിറ്റക്ട് ചെയ്യുന്ന ടെലിസ്കോപ്പ് ഉണ്ട്. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ വേവ്സ് കണ്ടുപിടിച്ച ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉപയോഗിച്ച് പ്രപഞ്ചത്തെ മനസ്സിലാക്കാനുള്ള ടെലിസ്കോപ്പുകൾ നിർമ്മിച്ചു വരുന്നു. അപ്പോ ഇതിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും നമ്മുടെ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും നമ്മൾ ഒരു ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് ഇന്നും തീരാമുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഡാർക്ക് എനർജി ഡെൻസിറ്റി ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. അതിന്റെ വാല്യൂല് നമ്മൾ തിയറട്ടിക്കലായിട്ട് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന വാല്യൂ നിന്നും വളരെ കൂടുതലാണ് നമുക്ക്. അപ്പൊ നമുക്ക് ഒബ്സർവ് ചെയ്ത ഡെൻസിറ്റി നമുക്ക് തിയറട്ടിക്കലായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത്? നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഐൻസ്റ്റീൻസ് ഗ്രാവിറ്റി തിയറിക്ക് എന്തെങ്കിലും പരാധീനത ഉണ്ടാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടത്. പക്ഷെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ലിവിങ് ഇൻ ആൻ എക്സ്പാൻഡിങ് യൂണിവേഴ്സ്. അതിന് ലോട്ട് ഓഫ് ഒരുപാട് എവിഡൻസുകളുണ്ട്. ഇപ്പൊ നമ്മളുടെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുക. ആ വികാസം ഈ അടുത്ത കാലത്ത് യൂണിവേഴ്സിന്റെ സ്കെയിലിൽ പറഞ്ഞു കഴിഞ്ഞാൽ 5 ബില്യൺ ഇയേഴ്സ് മുമ്പാണ് പ്രപഞ്ചത്തിന്റെ സ്പീഡ്, വികാസത്തിന്റെ സ്പീഡ് കൂടാൻ പോകുന്നത്. വി ആർ ലിവിങ് ഇൻ ആക്സിലറേറ്റഡ്. അപ്പൊ എന്റെ തിയറട്ടിക്കൽ കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. നേരത്തെ പറഞ്ഞത് ഈ 3 കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അത് 3 ഞാൻ ഏകദേശം നിർവഹിച്ചു എന്നാണ് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ഡിസ്കഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷനിലൂടെ മുന്നോട്ട് പോകാം. തൽക്കാലം എൻ്റെ ഈ അവതരണം